പൂരപ്രേമികളുടെ കണ്ണും കാതും നിറച്ച വടക്കുംനാഥ ക്ഷേത്രസന്നിധിയിൽ ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കയറി. കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പതികാലത്തിൽ തുടങ്ങി ഒടുക്കം ചെമ്പടതാളത്തിന്റെ മേളപ്പുരുക്കത്തിൽ ഒരു പുരുഷാരം മുഴുവൻ അലിഞ്ഞു ചേർന്നു. പൂരനഗരിയിൽ നിന്ന് സുർജിത് അയ്യപ്പത്തും സൂരജ് സജിയും ചേരുകയാണ്. ആദ്യം സുർജിത് അയ്യപ്പത്തിലേക്ക് പോവുകയാണ്. സുർജിത്, അല്പസമയം മുൻപാണ് ഇലഞ്ഞിത്തറ മേളം അവസാനിച്ചത്. വലിയ പുരുഷാരം അവിടെ തിങ്ങിക്കൂടിയിരുന്നു. കനത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും തൃശൂർ പൂരത്തിന്റെ ഭാഗമാകാനായി എത്തിച്ചേർന്നത്. ഇനി തെക്കോട്ടിറക്കമാണ്. ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? പ്രവിധ കൊമ്പും കുഴലും ഇലത്താളവും ചെണ്ടയും എല്ലാം ചേരുന്ന നാദ ദൃശ്യ വിസ്മയം ഇലഞ്ഞിത്തറമേളം. ആ ഇലഞ്ഞിത്തറമേളം കൊട്ടിക്കലാശിച്ചിരിക്കുന്നു. അതായത് പതികാലത്തിൽ നിന്ന് തുടങ്ങി അതിന്റെ കലാശം പൂർത്തിയായിരിക്കുന്നു. ഇനി നടക്കാൻ പോകുന്നതാണ് ഏറ്റവും നയനാനന്ദകരമായ കാഴ്ച. തൃശൂർ പൂരത്തിന്റെ ഏറ്റവും വൈവിധ്യം നിറഞ്ഞ കാഴ്ച അത് കുടമാറ്റമാണ്. ആ കുടമാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പൂരത്തിന്റെ നഗരി. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടം, എനിക്കൊപ്പം സൂരജ് സജിയും ഒപ്പം തന്നെ ഈ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഭാരവാഹിയുമായ ഹരിഹരനും നമ്മളൊപ്പം ഉണ്ട്. എന്തായാലും ആദ്യം നമുക്ക് ഈ സ്ഥലത്തേക്കൊന്ന് പോകാം. എന്തായാലും ഇവിടെ ഈ പ്രദേശം എന്ന് പറയുന്നത് പൂർണ്ണമായും വിജനമായ രീതിയിൽ തന്നെ വടം കെട്ടി ആളുകളെ മാറ്റി നിർത്തിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസുകാർ രണ്ട് ഭാഗത്തായി നിൽക്കുന്നു. ഇനി പാറമേക്കാവ് ഇവിടേക്ക് ഇറങ്ങുകയാണ്. പാറമേക്കാവ് ഇറങ്ങിയ ശേഷം ഇവിടെ 8 ആനകൾ ഈ താഴെ വന്ന് നിൽക്കും. അതിനുശേഷം ഒപ്പമുള്ള ബാക്കിയുള്ള 7 ആനകൾ അവിടെ കാണുന്ന പ്രതിമയുണ്ട്. അതായത് രാമവർമ്മ രാജാവിന്റെ പ്രതിമയാണ്. ശക്തൻ തമ്പുരാന് മുമ്പുള്ള രാമവർമ്മ രാജാവിന്റെ പ്രതിമയാണത്. ആ പ്രതിമയെ വലം വെച്ചുകൊണ്ട് ഇവിടേക്ക്, അതായത് വടക്കോട്ട് അഭിമുഖമായി നിൽക്കും. അതിനുശേഷം അതിനിടയിൽ തിരുവമ്പാടിക്കാർ താഴേക്ക് ഇറങ്ങും. പിന്നീട് അഭിമുഖമായി വന്നു നിന്ന് നേരെ കുടമാറ്റം തുടങ്ങുകയാണ്. അതിനുവേണ്ടി ഏവരും കാത്തു നിൽക്കുകയാണ്. എന്തായാലും സൂരജ് സജി കൂടി നമ്മോടൊപ്പം ചേരുന്നു. സൂരജ്, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാണ്, നമ്മളെല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. സുർജിത്, കുടകളെല്ലാം, അതായത് സ്പെഷ്യൽ കുടകൾ അടക്കം എത്തിച്ചിട്ടുണ്ട്. ഇത്തവണ 20-നടുത്ത് സ്പെഷ്യൽ കുടകൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തിരുവമ്പാടിയുടെ മാത്രം സ്പെഷ്യൽ കുടകൾ 20-നടുത്ത് വരും. ഒരു 60-നും 70-നും ഇടയ്ക്കുള്ള കുടകൾ ഇവിടെ മാറും, സെറ്റ് കുടകൾ മാറും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഈ ഇലഞ്ഞിത്തറ മേളം പൂർത്തിയായതോടുകൂടി തന്നെ ഇനി ഇങ്ങോട്ടുള്ള വരവാണ്. ആദ്യം വരുന്നത് പാറമേക്കാവാണ്. അകത്ത് വെടിയൊക്കെ മുടങ്ങി കഴിഞ്ഞു. ഇനി അല്പസമയം മാത്രമേ വേണ്ടൂ. പാറമേക്കാവ് ഇറങ്ങി വന്ന കുറച്ച് ആനകളെ നിർത്തി ആദ്യം ഒരു 5 സെറ്റ് കുട മാറുന്നു. അത് ഈ ഫോട്ടോയും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഈ അടുത്ത് തുടങ്ങിയ ഒരു രീതിയാണ്. അതിനുശേഷം ഈ പാറമേക്കാവ് പോയി സുർജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ പണ്ട് പഴയന്നൂർ ഭഗവതി ഉണ്ടായിരുന്നു. അവിടെ അതോടൊപ്പം തന്നെ അന്ന് പറയുണ്ടായിരുന്നു. അങ്ങനെ ഒരു സങ്കല്പം ഉള്ളതുകൊണ്ട് തന്നെ ഈ പഴയ കൊച്ചി രാജാവിനെ വലം വെച്ചുകൊണ്ട് ആ പഴയന്നൂർ ഭഗവതിയെ കൂടി സങ്കല്പിച്ചുകൊണ്ട് തിരിച്ച് പാറമേക്കാവ് എത്തി അണിനിരക്കുമ്പോൾ തന്നെ പിന്നീട് തിരുവമ്പാടിയുടെ വരവാണ്. ഇപ്പോൾ ഇവിടെ 2 സൈഡിലായി കാത്തു നിൽക്കുന്ന ജനക്കൂട്ടമുണ്ട്. അവർ വലിയ രീതിയിൽ അവരെ 2 സൈഡിലും വലിയ ബാരിക്കേഡുകൾ, അത് ബാരിക്കേഡല്ല, വലിയ വടം തീർത്തുകൊണ്ടാണ് പോലീസ് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഈ 2 വശത്തും പാറമേക്കാവും തിരുവമ്പാടിയും അണിനിരന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭാഗമാണ് ഈ നടുവിലുള്ളത്. അവിടെ അവർക്ക് വേണ്ടി ആ വടങ്ങൾ മാറ്റിക്കൊടുക്കും. പിന്നീട് അക്ഷരാർത്ഥത്തിൽ തൃശൂർ നഗരി പിന്നീട് ആർത്തുല്ലസിക്കുന്ന, ഇരമ്പി ആർക്കുന്ന കാഴ്ചകളായിരിക്കും നമ്മൾ കാണുക. സുർജി, എന്തായാലും ആ ഇരമ്പി ആർക്കലിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നു. ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള ഹരിഹരൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ പുരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഒരു എൻസൈക്ലോപീഡിയ കൂടിയാണ് ഹരിയേട്ടൻ. ഹരിയേട്ട, ഇനി നടക്കാൻ പോകുന്ന ചടങ്ങുകളെ കുറിച്ചൊന്നും രാമനും ഹരിയേട്ടനും ഇല്ലാത്ത പൂരം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇതെന്താ വെച്ചാൽ പണ്ട് കാലത്ത് ഈ തെക്കേ ഗോപുരത്തിന്റെ ഈ ഭാഗത്തായിരുന്നു ജയില്. അപ്പൊ ഈ ജയിൽ പുള്ളികള് ശക്തമ്പുരാന്റെ ഭാര്യ പാറക്കുട്ടി നിർത്തിയാറുണ്ട്. അവരുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്കും കൂടിയും പൂരം കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് പൂരം കാണാൻ വേണ്ടിയാണ് ഈ തെക്കോട്ട് ഇറക്കം തുടങ്ങിയത്. ഇപ്പൊ ജയില് വിയ്യൂർക്ക് പോയാലും ഇപ്പൊ അന്നത്തെ തെക്കോട്ടിറക്കം മാറി. ഇന്നത്തെ തെക്കോട്ടർ അതിഭയങ്കര എന്താ വെച്ചാൽ ഡിവൈൻ ദർബാർ എന്ന് പറയുമ്പോൾ ലോകത്തിലെല്ലാം കോടാനുകോടി ദൈവങ്ങൾ വരുന്നത് കാണണം എന്ന് പറഞ്ഞാൽ അത്രയും അത്ഭുതകരമായ ഒരു പരിപാടിയാണിത്. ഇത്ര ജനലക്ഷം ഇവിടെ വന്ന് ഏകദേശം 50-60 സെറ്റ് കുട മാറ്റുക, ഇങ്ങനൊരു അടിപൊളി പരിപാടിയാണിത് ശരിക്കും പറയുന്നത്. ഇനി ആ ചടങ്ങുകളിലേക്ക് നമ്മൾ പോകുകയാണല്ലേ? അതെ. അപ്പൊ വരും പാറമേക്കാവനപ്പോ വരും. അവർ പോയി തിരിച്ചു വന്ന് തിരുവമ്പാടി ആന വന്നാൽ കുടമാറ്റം തുടങ്ങുകയാണ്. പാറമേക്കാവിന്റെ മെയിൻ ആനയാണ് ആദ്യം വരിക. അതിന്റെ പിന്നെ ബാക്കി ആനകൾ വരും. അത് വന്ന് നേരെ അങ്ങോട്ട് പോയി തിരിച്ചു വന്ന് നമ്മുടെ ആന വരുമ്പോഴേക്കും തുടങ്ങുകയാണ്. പാറമേക്കാവിന്റെ ആന ഗുരുവായൂർ നന്ദനാണ് പാറമേക്കാവിന്റെ തിടമ്പേറ്റുന്നത്. ഒപ്പം തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് തിരുവമ്പാടിയുടെ തടവേറ്റുന്നത്. തൃശ്ശൂരുകാർ പറയുകയാണെങ്കിൽ തിരുവമ്പാടിയുടെ ചന്ദ്രുവാണ്.
തിരുവമ്പാടിയുടെ ചന്ദ്രു എന്നാണ് വിളിക്കുന്നത്. രാമൻ, ചന്ദ്രു, അങ്ങനെ ആനകൾക്കെല്ലാം തന്നെ പേരുണ്ട്. ആനകളെല്ലാം തന്നെ ആവേശമാണ്. ഈ തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചകളുടെ വസന്തം തന്നെയാണ്. എന്തായാലും കത്തുന്ന വേനലെങ്കിലും അതൊരു നല്ല മനോഹരമായ ഒരു ഫീൽ സമ്മാനിക്കുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം. അതിലെല്ലാം ഉണ്ട്. താളമുണ്ട്, മേളമുണ്ട്, ദൃശ്യമുണ്ട്, എല്ലാം അടങ്ങിയ ഒരു വിസ്മയത്തിന്റെ കാഴ്ച തന്നെയാണ് തൃശ്ശൂർ പൂരം. സ്വാഭാവികമായും അതിന് യാതൊരു സംശയവുമില്ല. ഇത്ര വർണ്ണാഭമായ ഒരു ആഘോഷം മറ്റേതുണ്ടെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഒന്നേ ഉള്ളത് തൃശ്ശൂർ പൂരം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് ഈ തൃശ്ശൂർ പൂരത്തിൽ തന്നെ ചോദിച്ചാൽ അത് കുടമാറ്റമാണ്. അപ്പോൾ കുടമാറ്റത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞാനും ഒപ്പം തന്നെ മറ്റ് ഉള്ളവരും ഒക്കെ എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ അല്പസമയം മുൻപ് സൂരജ് പറയുന്നുണ്ടായിരുന്നു ഇത്തവണ ഈ കുടമാറ്റത്തിൽ അവതരിപ്പിക്കുന്ന കുടകൾക്ക് ചില പ്രത്യേകതയുണ്ടെന്ന്. അത് ഏത് തരത്തിലാണ്? സൂരജിന് സസ്പെൻസ് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വെളിപ്പെടുത്താറായോ? എന്തായാലും അതിനുവേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്.